ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ജിഷ്ണു നമ്മോട് പങ്കുവയ്ക്കുന്നത്. കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നതോടൊപ്പം ഡൽഹിയിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ചുമാണ്. ഇഡിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ഉച്ചയോടെയാകും കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുക. ഇഡി വീണ്ടും കസ്റ്റഡി നീട്ടി നൽകാനുള്ള അപേക്ഷ നൽകും. അതേസമയം കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. അതോടൊപ്പം തന്നെ 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിട്ടും അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ്. റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്ക തന്നെ മത്സരിക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. എന്നാൽ ഇത്തവണ റായ്ബറേലിയും പിടിച്ചെടുക്കുമെന്ന് BJP പ്രഖ്യാപിച്ചിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ആദ്യം നമുക്ക് കെജ്രിവാളിനെ സംബന്ധിച്ച വാർത്തയിലേക്ക് തന്നെ പോകാം. ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ്. കസ്റ്റഡി നീട്ടി നൽകാനുള്ള അപേക്ഷ ഇഡി ഇന്ന് നൽകും. വിവരങ്ങൾ. രോഹിണി, ഗുഡ് മോർണിംഗ്. ഇഡിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് ഇന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രധാനമായും ഉറ്റുനോക്കുന്നത് ഒന്നുകിൽ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ഇഡി കസ്റ്റഡിയിലേക്ക് വിടുമോ, അതല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ഇഡി കസ്റ്റഡി കാലാവധി നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 22-ാം തീയതിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിലേക്ക് കോടതി വിട്ടു നൽകുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട മുഖ്യ പ്രതിയാണ് അരവിന്ദ് കെജ്രിവാളെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ ചോദ്യം ചെയ്യലിലൂടെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഹർജിയിന്മേൽ വാദമായി പരിഗണിക്കവേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇഡി കസ്റ്റഡി കാലാവധി നീട്ടി നൽകാനുള്ള അപേക്ഷ കോടതിയിൽ സമർപ്പിക്കാനാണ് സാധ്യത. അതേസമയം അരവിന്ദ് കെജ്രിവാൾ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഒരു ഇടക്കാല ആശ്വാസം അല്ലെങ്കിൽ തന്നെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിട്ടുള്ള ഹർജി കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അതിന്മേലൊരു അടിയന്തരമായ ഒരു തരത്തിലുമുള്ള ഇടപെടൽ നടത്താൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായിട്ടില്ല. കേസ് അടുത്ത മാസം 3-ലേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേസ് പരിഗണിക്കുമ്പോൾ ഒന്നുകിൽ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ഇഡി കസ്റ്റഡിയിലേക്ക് വിട്ടു നൽകും, അതല്ലെങ്കിൽ കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. നേരത്തെ അരവിന്ദ് കെജ്രിവാളിനെയും ഈ അഴിമതി കേസിന്റെ ഇടനിലക്കാരിയായി അന്വേഷണ സംഘം കരുതുന്ന BRS നേതാവ് കവിതയെയും ഇഡി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ നിന്ന് അഴിമതി പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുൻപോട്ട് പോവുകയും കൂടുതൽ പേരെ ചോദ്യം ചെയ്യുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മദ്യനയ അഴിമതി കേസിൽ ഏതായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. നിയമപരമായും രാഷ്ട്രീയപരമായും ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും പ്രതിപക്ഷ മുന്നണിയും കനത്ത തിരിച്ചടിയാണ് ഈ കേസിന്മേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യനയ അഴിമതിയിൽ കള്ളപ്പണ ഇടപാടിൽ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതോടുകൂടി ആം ആദ്മിക്ക് തീർത്തും അടിതെറ്റിയിരിക്കുകയാണ്. പാർട്ടിയെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ സർക്കാരിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന ആശയക്കുഴപ്പത്തിലാണ് തീർത്തും ആം ആദ്മി ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇഡി കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ചില സർക്കാർ ഉത്തരവുകൾ പുറത്തിറക്കി എന്ന് ആം ആദ്മി അവകാശപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ആം ആദ്മി മന്ത്രിയും നേതാവുമെല്ലാമായിട്ടുള്ള അതിഷി ഉൾപ്പെടെയുള്ളവർ ഈ ഉത്തരവിന്റെ പകർപ്പ് മാധ്യമങ്ങളെ കാണിച്ചുകൊണ്ട് ഇഡി കസ്റ്റഡിയിലും അരവിന്ദ് കെജ്രിവാൾ ഭരണം തുടരുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ BJP ഉൾപ്പെടെ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് തീർത്തും വ്യാജമാണ്. അത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിക്കില്ല എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. ഒപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ചൂണ്ടിക്കാണിക്കുന്നത് കസ്റ്റഡിയിലിരിക്കെ ഇത്തരത്തിൽ ഓർഡർ പുറത്തിറക്കുന്നതിനായി പേപ്പറോ പേനയോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒന്നും തന്നെ അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെടുകയോ അതിന് അപേക്ഷ നൽകുകയോ ചെയ്തിട്ടില്ല, അതിന് അനുമതിയും നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഓർഡർ പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ഇതിൽ അതിശയ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ചില നാടകങ്ങൾ ആം ആദ്മിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ചില ഓർഡറുകൾ പുറത്തിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധങ്ങൾ നടത്തിയും ആം ആദ്മിയുടെ ഭാഗത്തുനിന്ന് മുൻപോട്ട് പോകുന്നുണ്ട്. അതേസമയം കള്ളപ്പണ ഇടപാടിൽ അറസ്റ്റിലായ ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും രാഷ്ട്രീയ മാന്യതയുണ്ടെങ്കിൽ കെജ്രിവാൾ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധവും ശക്തമാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്ക് മുൻപിലേക്ക് BJPയുടെ വലിയ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. വീരേന്ദ്ര സച്ചിദേവ ഉൾപ്പെടെ ഡൽഹി BJP അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ വലിയ പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ മാറ്റിയിരുന്നത്. അത്തരത്തിൽ പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയും ഒപ്പം അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കണമെന്നും
വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ രാജ്യ തലസ്ഥാനത്ത് തുടരുന്നതിനിടയിലാണ് ഇന്ന് ED കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിനെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കുന്നത്. അതെ ജിഷ്ണു, അതോടൊപ്പം രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് വരുമ്പോൾ അമേഠിയിലെയും റായ്ബറേലിയുടെയും കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് വലിയ ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകാതെ ഉഴലുക തന്നെയാണ്. കാരണം അമേഠിയിലെ തിരിച്ചടി ഈ റായ്ബറേലിയിലും ആവർത്തിക്കുമെന്നുള്ള ഭയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. രോഹിണി, തീർച്ചയായും അത്തരത്തിൽ സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ പോലും, മുൻപ് ശക്തി കേന്ദ്രങ്ങളായിരുന്ന മണ്ഡലങ്ങളിൽ പോലും മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സാഹചര്യം. കാരണം 2014 ഭരണം നഷ്ടപ്പെട്ടെങ്കിലും 2019 അമേഠിയിലേറ്റിട്ടുള്ള കനത്ത തിരിച്ചടി കോൺഗ്രസിനെ വലിയ ഭയപ്പാടിലേക്കാണ് തള്ളിവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടും മുൻപ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. അമേഠിയും റായ്ബറേലിയും എന്നുള്ളത് കോൺഗ്രസിന്റെ വളരെ കാലം തുടർച്ചയായി കോൺഗ്രസ് നേതാക്കൾ മാത്രം വിജയിച്ചു പോന്ന ആ മണ്ഡലമാണ്. റായ്ബറേലിയിൽ 2 തവണ മാത്രമാണ് കോൺഗ്രസിന് കാലിടറിയിട്ടുള്ളത്. മുൻപ് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. അവിടെ 2004 മുതൽ 19 വരെ സോണിയ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നു. ഇപ്പോഴും ആ മണ്ഡലത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് സോണിയ. പക്ഷേ 2024 എത്തുമ്പോൾ റായ്ബറേലിയിലാണെങ്കിലും 2019 രാഹുലിന് അടിതെറ്റിയിട്ടുള്ള അമേഠിയിലാണെങ്കിലും മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് നെഹ്റു കുടുംബമുള്ളത്. കാരണം ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ പരാജയപ്പെടും എന്ന ഭീതി നെഹ്റു കുടുംബത്തിന് വല്ലാതെയുണ്ട്. കാരണം ഇത്തവണ അമേഠി മാത്രമല്ല റായ്ബറേലിയും പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം ഉത്തർപ്രദേശിൽ BJP നടത്തിയിരുന്നു. ഉത്തർപ്രദേശിലെ മുഴുവൻ സീറ്റുകളും NDA സഖ്യം പിടിച്ചെടുക്കുമെന്ന വലിയ പ്രഖ്യാപനത്തോടു കൂടിയാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ ഉത്തർപ്രദേശിലെ മണ്ണിൽ BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അതുകൊണ്ട് 8ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടും റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതേസമയം ഈ 2 മണ്ഡലങ്ങളിലും ഒന്നുകിൽ പ്രിയങ്കയും റായ്ബറേലിയിൽ പ്രിയങ്കയും അമേഠിയിൽ രാഹുലും തന്നെ മത്സരിക്കണമെന്ന ശക്തമായ നിലപാടിലാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. കാരണം അത്തരത്തിലൊരു മത്സരം UPയിൽ നടന്നിട്ടില്ലെങ്കിൽ വലിയ തിരിച്ചടി അല്ലെങ്കിൽ വലിയ പരാജയം കോൺഗ്രസിനുണ്ടാകും എന്ന നിലപാടാണ് ഉത്തർപ്രദേശിലെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. 2019 തന്നെ റായ്ബറേലി എന്ന ഒറ്റ മണ്ഡലമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനത്ത് കോൺഗ്രസിന് നേടാൻ സാധിച്ചത്. ഒപ്പം ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അംഗങ്ങളെ പോലും തികയ്ക്കാൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. അവിടെ നിന്ന് 5 വർഷം പിന്നിടുമ്പോൾ 2024 എത്തുമ്പോൾ തീർത്തും കോൺഗ്രസിന് ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു വലിയ പരീക്ഷണം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, ഒപ്പം നിലവിൽ കോൺഗ്രസിന് ഭരണമുള്ള ഹിമാചൽ പ്രദേശും കർണാടകയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പരമാവധി അംഗങ്ങളെ പാർലമെന്റിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതേസമയം BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പൊതുവേദികളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് 400+ അടുത്ത തവണ അല്ലെങ്കിൽ ഇത്തവണ 400+ എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ചരിത്ര ഭൂരിപക്ഷത്തിൽ വീണ്ടും തുടർഭരണം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് NDA BJP ക്യാമ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം BJP വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഭാരിമാരെയും സഹപ്രഭാരിമാരെയും നിശ്ചയിച്ചിരുന്നു. കേരളത്തിൽ സഹപ്രഭാരിയായി കർണാടകയിൽ നിന്നുള്ള നളിൻ കുമാർ കട്ടീലിനെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരത്തിൽ സംഘടനാ പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ താരപ്രചാരകരെ ആദ്യം തന്നെ കളത്തിലിറക്കിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കുകയും അതിലൂടെ പരമാവധി മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ പിടിച്ചെടുക്കാൻ സാധിക്കാത്തതും ചുരുങ്ങിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടതുമായ മണ്ഡലങ്ങൾ പോലും പിടിച്ചെടുത്തുകൊണ്ട് പരമാവധി മണ്ഡലങ്ങൾ നേടിയെടുക്കാനുള്ളൊരു പ്രചാരണ ലക്ഷ്യവുമായാണ് BJPയുടെ പ്രചാരണ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.